ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ രഹസ്യമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് നമുക്കും രഹസ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. നമുക്കത് വായിക്കാൻ വേണ്ടി വാട്സപ്പ് തന്നെ അടിപൊളി ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ചില ഫോണുകളിലൊക്കെ അത് കിട്ടിയിട്ടുണ്ട്, ചില ഫോണുകളിലാണെങ്കിൽ അത് ഇപ്പോഴും ഇതുവരെ വന്നിട്ടില്ല. അതിൽ തന്നെ ചില സെറ്റിംഗ്സുകൾ തീരെ എനേബിൾ ആയിട്ടുമില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. വാട്സപ്പിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. അതായത് നമ്മൾ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ ഐഫോണിലാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ കാണുന്നുണ്ട്. ഏറ്റവും താഴെ സെറ്റിംഗ്സ് ഉണ്ട്. അതേസമയത്ത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഏറ്റവും മുകളിലാണ് ആ സെറ്റിംഗ്സ് എന്നുള്ള അത് കാണിക്കുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് വരും. അവിടെ നമുക്ക് ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ചാറ്റ്സ് ഇവിടേക്കാണ് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് എന്തായിരിക്കുന്നത്, നമുക്ക് മെസ്സേജുകൾ അയക്കുന്നത്. അതിൽ നമുക്ക് അയക്കുന്ന മെസ്സേജുകൾ വോയിസ് മെസ്സേജ് ആണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ്സ് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചാറ്റ്സിൽ പോയാൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇവിടെ ഒന്ന് സെറ്റിംഗ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇവിടെ മാനുവലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നെവർ എന്നുള്ളതിന് പകരം മാനുവലി ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ പല ആൻഡ്രോയിഡ് ഫോണിലും ആകെ ഇംഗ്ലീഷും 1-2 ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഐഫോണിൽ ഫുൾ ലാംഗ്വേജുകൾ വന്നിട്ടുണ്ട്. പക്ഷെ മലയാളവും ഹിന്ദിയും വന്നിട്ടില്ല. ഉടൻ തന്നെ മലയാളവും ഹിന്ദിയും വരും. ഇപ്പൊ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ് ആക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. മലയാളം വരുന്ന സമയത്ത് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് എന്തിനാണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് രഹസ്യമായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് രഹസ്യമായിട്ടൊരു വോയിസ് മെസ്സേജ് ആണ് ഇവിടെ അയച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കിത് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് കേൾക്കുമ്പോൾ രഹസ്യങ്ങൾ മുഴുവൻ പുറത്താവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ തൊട്ട താഴെ കാണുന്ന ആ ട്രാൻസ്ക്രിപ്റ്റ് പറയുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, അവരെന്താണോ വോയിസ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് പോവാതെ നമുക്ക് നോക്കാൻ സാധിക്കും.